ഈ പെൺകുട്ടി കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഈ കേസിൽ അത് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ലൈസോൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് വെപ്രാളമായപ്പോൾ അതിനെ മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ അത് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ചിലപ്പോൾ ഇത് മരിച്ചു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മരണമൊഴി റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു മജിസ്ട്രേറ്റിനെ അവിടെ ചെന്നു. മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാനായിട്ട് അവിടെ ചെന്നു. മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് വെച്ചോണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. കാരണം ഇതിനെ ലൈംഗികമായിട്ട് ഒരിക്കൽ അതിനൊരബദ്ധം പറ്റി, ഇവനുമായിട്ടൊരു ബന്ധമായി. പിന്നെ അത് മുതലെടുത്തുകൊണ്ട് അതിൻ്റെ പടമൊക്കെ എടുത്ത് വെച്ച് അത് മുതലെടുത്തുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ വീണ്ടും അവനുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വന്നു. നിവൃത്തിയില്ലാതെ ഇതിന് വേറെ രക്ഷപ്പെട്ടു പോകാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഇത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് വിഷം വാങ്ങിച്ച് വെച്ചതാണ്. ഇത് കഷായത്തിനകത്ത് ഒഴിച്ച് വെച്ചു. അതെടുത്ത് കുടിക്കാൻ അപ്പം ചോദിച്ചു, ഇവൻ അന്ന് അതിന് ശാരീരികമായിട്ട് ഉപദ്രവിച്ചെന്നാണ് അത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് അത് പ്രോസിക്യൂഷൻ റെക്കോർഡ് ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ മജിസ്ട്രേറ്റിൻ്റെ മുഴുവൻ നടപടി മുഴുവൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞു, എനിക്ക് ഇത് ഈ വേറെ മാർഗമില്ലാതെ വന്നു. അങ്ങനെ ഇനി എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ. അപ്പോൾ അവൻ ചോദിച്ചു, അതായത് ഇതിനെ ഉപദ്രവിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്തത് വേറൊരുത്തിന് കിട്ടണ്ട. ഇതാണ് അവൻ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ പടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് എപ്പോഴായാലും അവൻ പടം എടുത്ത് നോക്കും, വീഡിയോ എടുത്ത് നോക്കും, റെക്കോർഡ് ചെയ്യും. ഒന്നും ചെയ്യാൻ വയ്യാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, ശരി എന്നാൽ എനിക്ക് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഞാൻ കുടിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കഷായമാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ശകലം ഒഴിച്ചു തരാൻ പറഞ്ഞു. ഇത് ഒഴിച്ചു കൊടുത്തു. ഇതാണ് അത്. അന്നേരം മജിസ്ട്രേറ്റിന് മനസ്സിലായി ഇത് കൺഫെഷൻ ആവും. അപ്പം മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എതിരായ തെളിവായിട്ട് ഉപയോഗിക്കും എന്നുള്ള വാണിംഗ് കൊടുത്തു. അങ്ങനെ കൊടുക്കണം. ആ വാണിംഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന്, ഇതിന് ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ല ഒന്ന്. പിന്നെ ഇത് ആത്മഹത്യക്ക് ശ്രമിച്ച് വീണ്ടും, കാരണം അത് ലൈസോൾ കുടിച്ച് വീണ്ടും ആശുപത്രിയിലായി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളത് അതിനോടൊരു എപ്പോഴും അങ്ങനെ ഇത് കേൾക്കുന്ന ഉടനെ എല്ലാവരും പറയും, അത് അവർക്ക് ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ പറയുന്നതല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. 24 വയസ്സല്ല ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് മാറും. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫാക്ട്സ്, നമ്മൾ ഈ കേസിൻ്റെ ബാക്കി മുഴുവൻ എനിക്കറിയില്ല. അതിനകത്ത് കാരണം അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും കണ്ടതല്ല. അതിനകത്തുള്ള കാര്യങ്ങളും തെളിവുകളും എനിക്കറിയത്തില്ല. എന്തായാലും കൺവിക്ഷന് തെറ്റ് പറയാനൊക്കത്തില്ല. അത് ശിക്ഷ, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടു എന്നുള്ളതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം തെളിവ് കിട്ടാൻ വളരെ സാധ്യതയുള്ളൊരു കേസാണ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് കിട്ടാൻ സാധ്യതയുള്ള കേസാണ്. റിക്കവറിയൊക്കെ ഉണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഈ വിഷത്തിൻ്റെ കുപ്പി അത് കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ എവിഡൻസ് അത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ വധശിക്ഷയെക്കുറിച്ചാണ്. വധശിക്ഷ കൊടുക്കണമെങ്കിൽ എപ്പോഴും ഒരു കേസ് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസുകളിലേ കൊടുക്കാൻ പറ്റും. ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ബച്ചൻ സിംഗ് കേസിൽ നൽകിയ പ്രിൻസിപ്പിളാണ്. പിന്നെ CRPC അന്ന് അത് ഉണ്ടായിരുന്ന CRPC ആണ് അന്ന് നിലവിലുള്ളത്. ഈ കേസിൻ്റെ സമയത്ത് CRPC സ്പെഷ്യൽ ഫാക്ട്സ് വേണം. അങ്ങനെയുള്ള കേസിലേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ആ വധശിക്ഷ കൊടുക്കാനുള്ള അതിൻ്റെ മാനദണ്ഡം. ഏതൊക്കെയാണ്, എന്തൊക്കെ സ്പെഷ്യൽ ഫാക്ട്സ് ആവും എന്നുള്ളത് കുറേ ഇല്ലസ്ട്രേഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയണമെങ്കിൽ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നുള്ളതാണ് നിയമം. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 302 ഒഫൻസ് IPC-ക്കകത്ത് പറഞ്ഞേക്കുന്നത് എ പേഴ്സൺ, അതായത് ഒരു മർഡർ നടത്തിയ ഒരാൾക്ക് ഹി ഷാൽ ബി സെന്റൻസ്ഡ് ടു ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ഫോർ ഫൈൻ എന്നാണ്. അതായത് ഒരു മർഡർ കൊലപാതകം നടത്തിയേക്കുന്ന ആളിന് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അതോ അതിനോടൊപ്പം ഫൈനും. ഇതാണ്.
അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കേസിലും അങ്ങ് നമുക്ക് ഈ വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ റെയറസ്റ്റ് അമംഗ് റെയർ ആവണം. ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവാണ് ലെസർ ആൾട്ടർനേറ്റീവ്, ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ്, അതായത് യാതൊരു ഒരു ചോദ്യവും ഇല്ലാതെ കേട്ടോ അത് ലെസർ ആൾട്ടർനേറ്റീവ് ജീവപര്യന്ത ശിക്ഷ ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിലായിരിക്കണം അതിനകത്ത് വേണം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ. അങ്ങനെയുള്ള കേസിലേ കൊടുക്കാൻ ഒക്കുള്ളൂ, അല്ലാതെ എല്ലാ കേസിലും കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പറയും ഒരാളെ കഷ്ടപ്പെടുത്തി കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. അപ്പോൾ എല്ലാ കൊലപാതകങ്ങൾക്കും ഇത് കൊടുക്കാൻ ഒക്കത്തില്ല. എല്ലാ മർഡറും എന്ന് പറയുന്നതും ബ്രൂട്ടലാണ്, എപ്പോഴും ബ്രൂട്ടൽ എന്ന് നമ്മൾ പറയും. വളരെ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരം, അതായത് കാഠിന്യമേറിയ അതുപോലെ തന്നെ ബ്രൂട്ടലാണ്. ഈ ബ്രൂട്ടലായാലും എല്ലാ മർഡറും ബ്രൂട്ടലാണ്. പക്ഷെ നമുക്ക് ആ എല്ലാത്തിനും നമുക്കത് കൊടുക്കാൻ പറ്റുകയില്ല, വധശിക്ഷ കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതിനകത്തൊക്കെ പിന്നെ കൊടുക്കുക, ഇതിനകത്ത് എന്തുകൊണ്ട് വധശിക്ഷ കൊടുക്കുന്നത്, എന്താ കൊടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫാക്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാരണം അതിന്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ്. പിന്നെ പ്രതി എന്ന് പറഞ്ഞാൽ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ഈ ഷാരോണിന്റെ യഥാർത്ഥത്തിൽ പിടിയിൽ പെട്ടി കൂട്ടി അയാളായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചായപ്പോൾ ഈ കുട്ടിക്ക് ഇവനെ വേണ്ട, മടുത്തിട്ടുണ്ട്. വേറെ കല്യാണാലോചന വന്നു, ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോചന വന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ് മനസ്സിലാക്കിയത്, ഇതിൻ്റെ എന്തോ കോംപ്രമൈസിങ് പൊസിഷനുള്ള കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോയോ ഏതാണ്ടൊക്കെ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട്. 5-6 ബിറ്റ് ഫോട്ടോകളോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭീഷണിയുടെ ഇടപാടിലേക്ക് അവസാനം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ കല്യാണം ഉണ്ടെങ്കിൽ അത് അവൻ മുടക്കും. ഇതാണ് കാര്യം, നീ അങ്ങനെ പോകണ്ട. കാരണം ഇവന് ഇതിനെ അങ്ങ് വസ്തുക്ക് പിടിച്ച പ്രേമം അവൻ വേണം. അത് പ്രേമമൊന്നുമല്ല, യഥാർത്ഥത്തിൽ കാമം എന്നേ നമുക്ക് അതിനെ പറയാൻ ഒക്കുള്ളൂ, പ്രേമമൊന്നും പറയാൻ പറ്റില്ല. ആ രീതി വന്നു. പെണ്ണിന് ഇതിന് അവനെ വേണ്ടെങ്കിൽ അവനങ്ങ് പോയാൽ പോരെ, അത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. ഈ രീതിയിലേക്ക് അങ്ങ് മാറി. ആ ബന്ധം അങ്ങനെ ആയപ്പോൾ ഒരു നിവൃത്തിയില്ല, നിർവാഹമില്ലാതെ ഇതെങ്ങാണ്ട് കുറച്ച് ആദ്യം ഏതാണ്ട് 56 പാരസെറ്റമോളോ എങ്ങാണ്ടും, പാരസെറ്റമോൾ എന്തെന്നാൽ ആരും ചാവുകയില്ല, ഈ ഇതിൻ്റെ ലിവറൊക്കെ അടിച്ചു പോകുന്നുള്ളേ ഉള്ളൂ കാലക്രമേണ. അതങ്ങാണ്ട് കലക്കി ഏതാണ്ട് മിറൻഡാക്കകത്തോ ഏതാണ്ടൊക്കെ കലക്കി കൊടുത്തു. അത് വാങ്ങിച്ച് കുടിച്ച് ഇട്ട് അവന് വേറെ പ്രശ്നമൊന്നും വന്നില്ല. അന്നപ്പോൾ അതിന് മനസ്സിലായി ഇതിന് വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അവനെ സൗകര്യമായിട്ട് വിളിച്ചിട്ട് അവന് കഷായം കൊടുത്തു. കഷായത്തിനകത്ത് എന്തോ എന്ത് വിഷമാണെന്ന് എനിക്കറിയില്ല, എന്തോ വിഷം കലർത്തി വിഷം ഒഴിച്ചു കൊടുത്തു. അത് അവസാനം ഇത് അവൻ കുടിച്ച് കഴിഞ്ഞിട്ട് വയ്യാതെ വന്ന് വീട്ടിൽ വന്ന് കിടപ്പായി. അങ്ങനെ അവിടുന്ന് അവസാനം എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ഇവന് നേരിട്ടൊന്നും പറയുന്നില്ല. ഇവനെ ഇത് കഷായം കുടിച്ചെന്നോ ഇതൊക്കെ അവസാനം ഇവൻ്റെ അനുജൻ ഒരു പയ്യനെ ഏതാണ്ട് ആയുർവേദത്തിന് പഠിക്കുന്നോ ഏതാണ്ട് ഉണ്ട്, വിദ്യാർത്ഥിയെ കണ്ടാണ്. അപ്പോൾ അവനെ ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണെന്ന്. അപ്പോൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ കഷായം കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കഷായം ഏതാണെന്നൊക്കെ ആയി, അതൊക്കെ നോക്കി. ഏതായാലും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നാശപ്പെട്ടു. അവിടെ ആശുപത്രി കിടന്ന് ഏതോ 5-6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു. ഇതാണ് സംഭവം, ഫാക്ട്സ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ റെയറസ്റ്റ് അമംഗ് റെയർ എന്നുള്ളത് കണക്കാക്കുമ്പോൾ അതിനകത്ത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും നോക്കണം. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഡെത്ത് തന്നെ കൊടുക്കണം, അതിനുള്ള അഗ്രവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്ത് നമുക്ക് പറയാം, ഇതുപോലെ ഒരുത്തനെ ഒരുപാട് കഷ്ടപ്പെടുത്തി കൊന്നു ഒന്ന്. പിന്നെ പ്രേമം നടിച്ച് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് തെറ്റിദ്ധരിപ്പിച്ച് അവനെ വിളിച്ചു വരുത്തിയിട്ട് അവന് വിഷം കലക്കി കൊടുത്തു. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, അതായത് ശരിയാണ്, കൊല്ലാൻ തന്നെ ചെയ്തതാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. പിന്നെ ഇങ്ങനെ ഒരുത്തനെ ഇതുപോലെ വഞ്ചിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊക്കെ അങ്ങോട്ട് പോകും. അതൊക്കെ അഗ്രവേറ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സർക്കംസ്റ്റാൻസ് ആയിട്ട് അത് മാറും.
പിന്നെ ഇത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അതിലുണ്ട്. കാരണം 24 വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. ഒന്ന് വളരെ ടു യങ്. അത് സാധാരണഗതിയിൽ ദി അക്യൂസ് ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ് ഒരു പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ മധ്യവയസ്കർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അവരൊക്കെ തൂക്കാം, ബാക്കി എന്നുള്ള ഒരു ധാരണയല്ല വേണ്ടത്. പക്ഷേ ടു യങ് ആവാൻ പാടില്ല. ഇത് ടു യങ് അല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം വേറെ നിർവാഹമില്ല, അവൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോകാനും മാർഗമില്ല. ഇവനെ ഒരു കാരണവശാലും അല്ലാതെ അവനെ പറഞ്ഞു വിട്ട് വേറെ കല്യാണം കഴിച്ചാൽ 3 വരെ അവൻ ഈ പണമൊക്കെ എടുത്ത് പുറത്താക്കും, പ്രശ്നമാകും. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ ഒരു നിർവാഹമില്ല, ഇതിനെ ഒരു മൂലയെ തള്ളിക്കൊണ്ട് വെച്ച ഒരു രീതിയാണ്. ഇതിന് ഇവനെ വേണ്ടതാനും. അങ്ങനെ വന്നപ്പോഴാണ് ഈ കൃത്യത്തിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ അങ്ങനെ വന്നപ്പോൾ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് അതിനകത്തുണ്ട്. കാരണം ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി, ഈ കുട്ടിക്ക് വേറെ നിർവാഹമില്ല, അതിനെ കോർണർ ചെയ്ത് ഒരു മാർഗമില്ലാതെ അതിന് മൂവ് ചെയ്യാൻ വയ്യാതെ വന്നു. കാരണം ഇവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ഈ പണി ചെയ്യും, എടുത്ത് പുറത്താക്കിയാൽ ഇതിൻ്റെ ലൈഫ് തകർന്നു. അപ്പം ഇത് വിചാരിച്ചത് ഇതിൻ്റെ ബുദ്ധി അത്രയേ ഉള്ളൂ. ആ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് ഈ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഈ കഷായത്തിനകത്ത് വിഷം കലർത്തി ആരെങ്കിലും കൊടുക്കുമോ? അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ വിഷം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവൻ അവിടെ വന്നെന്നറിയാം, ഇവനെ അവിടെ വരുത്തിയെന്നും അറിയാം, ഇത് ഇവൻ്റെ വീട്ടിലൊക്കെ അറിയാം, അവിടെ പോയിട്ടുണ്ടെന്നും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ്, മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു വളരെ വലിയൊരു ട്രാപ്പ് ചെയ്തവനെ കൊന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കാരണം അതിന് ബോധമില്ല, അത്രയും വിവരമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബന്ധത്തിലൊക്കെ പോയി പെടുന്നത്. അങ്ങനെ പെട്ടു. ഏതായാലും ഇത് ബന്ധപ്പാടായി, വിളിച്ചു വരുത്തി ഇതുപോലെ വിഷം കൊടുത്ത് അത് അവൻ മരണപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മെച്യൂർഡ് മൈൻഡ് ഉള്ള ഒരു ബിഹേവിയർ അല്ല ഈ കൊച്ചിനുണ്ടായത്. അങ്ങനെ ഒരു ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഇതായത്. അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് യമൻ തന്നെത്താൻ എടുത്ത് കുടിച്ചതാണെന്ന് ഉള്ള രീതി, വിഷം കുടിച്ച് മരിച്ചതാണെന്ന് വേണമെങ്കിൽ വരുത്താവുന്ന രീതിയിൽ അവനെ കൊല്ലാവുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അതിൻ്റെ മാർഗം ഞാൻ പറഞ്ഞു തരുന്നില്ല എങ്ങനെയൊക്കെയാണ്, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതായിരുന്നു. എന്നാലും ഇത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു മെച്യൂർഡ് ബിഹേവിയർ അല്ല ഈ കുട്ടിക്ക്. അങ്ങനെയുള്ളപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ടേ മാറുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് ഒരിക്കലും ഒരു റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പിന്നെ ഇത് അങ്ങനെ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുത്തനെ കൊന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ശരിയാണ്, തെറ്റാണ്, അത് ക്രൈമാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എല്ലാ കൊലപാതകങ്ങളും എന്ന് പറയുന്നതും ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ ഒക്കത്തില്ല. അതിന് റെയറസ്റ്റ് എമംഗ് റെയർ ആവണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് അല്ല അതിന് വേണം. അങ്ങനെ ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കേസിന്റെ ഫാക്ട്സ് മനസ്സിലാക്കിയിട്ട്. പിന്നെ ഇതിന്റെ എവിഡൻസും തെളിവും എല്ലാം നോക്കിയിട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് ഹൈക്കോടതിയാണ്, 2 ജഡ്ജിമാരാണ് ആ തീരുമാനം എടുക്കേണ്ടത്, ഡിവിഷൻ ബെഞ്ചാണ്.